ഹലോ, അപ്പോൾ ഇന്ന് നമുക്ക് അടിപൊളി പഫ് പേസ്ട്രി അതിൻ്റെ കൂടെ ഫില്ലിംഗ് ഒക്കെ തയ്യാറാക്കിയാലോ. അപ്പോൾ വീട്ടിൽ തന്നെ നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഇവിടെ ഞാൻ 4 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ കൂടെ ചേർക്കണം കേട്ടോ. അപ്പോൾ നന്നായി കുഴച്ചതിന് ശേഷം ഏകദേശം 2 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. 2 മണിക്കൂറിന് ശേഷം പിന്നെ നന്നായിട്ടൊന്ന് കൈവച്ച് ഒന്നുകൂടെ നല്ലോണം കുഴച്ചെടുക്കുക കേട്ടോ. അപ്പം നന്നായി തന്നെ കൈവച്ചിട്ട് മിക്സാക്കി എടുക്കണം. ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് 200 ഗ്രാം ഡാൽഡ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു 1/4 ഭാഗം ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 100 ഗ്രാം അൺസാൾട്ടഡ് ബട്ടർ കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇത് ഡോൻ്റെ പുറമെ തേച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നേരത്തെ കുഴച്ച് വെച്ച മാവ് കൗണ്ടർ ടോപ്പിലിട്ട് ഒന്നുകൂടെ നന്നായി കുഴച്ചെടുക്കണം. ഇനി ഇതിനെ 4 പീസാക്കണം കേട്ടോ. ഇത് അത്യാവശ്യം കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ഓരോ ബോളാക്കിയിട്ട് നന്നായി ഒന്ന് പരത്തിയെടുക്കുക. ഞാനിവിടെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ടാണ് 4 കപ്പ് എടുത്തത്. 2 കപ്പൊക്കെ വെച്ചാൽ അത്യാവശ്യം ഒരു 6-7 ഒക്കെ പപ്സ് കിട്ടും കേട്ടോ. ഇതേപോലെ തിക്നെസ് കുറച്ച് പരത്തിയതിന് ശേഷം നേരത്തെ റെഡിയാക്കിയ നെയ്യിൻ്റെ മിക്സ് ഇതിലേക്കൊന്ന് പുരട്ടി കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കുക കേട്ടോ. നമ്മൾ മടക്ക് പത്തിരിക്ക് മടക്കുന്ന മാതിരി ഇതുപോലെ ഒന്ന് നന്നായി മടക്കിയെടുക്കുക. ഇങ്ങനെ മടക്കിയതിന് ശേഷം ഒരു ക്ലിം റാപ്പ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് 1 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ, റെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോഴേക്കും നമുക്ക് ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കുക. അതിനായിട്ട് 1/2 കിലോ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ കൂടെ ചേർത്ത് മിക്സ് ആക്കുക കേട്ടോ. ഇനി ചിക്കൻ ഒന്ന് റെഡി ആകുമ്പോഴത്തേക്ക് നേരത്തെ ഫ്രിഡ്ജിൽ മാറ്റി വെച്ച ഡോ ഒന്ന് നമുക്ക് പരത്തിയെടുക്കാം. ഇതുപോലെ നീളത്തിലാണ് കേട്ടോ പരത്തിയെടുക്കേണ്ടത്. 1 ഇഞ്ച് കനത്തിലൊന്ന് പരത്തിയെടുത്തിട്ട് നേരത്തെ നെയ്യിൻ്റെ മിക്സ് ഒന്നുകൂടെ ഇതിലൊന്ന് സ്പ്രെഡ് ആക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് നന്നായി സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വീണ്ടും ഒന്ന് മടക്കി കൊടുക്കുക. അതേപോലെ ഒരു 3 തവണ ഒക്കെ ഞാൻ ഈ പ്രോസസ്സ് തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ചെയ്തതിന് ശേഷം ഇതിൻ്റെ 4 വക്കും ഇതുപോലെ ഒന്ന് പരത്തിയതിന് ശേഷം 4 വക്കും ഒന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നാലാണ് കറക്റ്റ് അതിൻ്റെ ആ ലെയർ ഒന്ന് കാണുള്ളൂ കേട്ടോ. പഫ്സ് റെഡിയായി വരുമ്പോൾ അതിൻ്റെ ചുറ്റുമുള്ള ലെയർ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ സൈഡൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് 4 പീസാക്കിയിട്ട് ഓവൻ്റെ ട്രേയിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്ക് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 അത്യാവശ്യം വലിപ്പമുള്ള സവാള ചെറുതായി അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളകും ആവശ്യത്തിന് കുരുമുളക് പൊടിയും പിന്നെ മല്ലിച്ചപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ട്രേയിൽ സെറ്റാക്കി വെച്ചിട്ടുള്ള ഷീറ്റിലേക്ക് ഇതേപോലെ ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ എല്ലാ ഷീറ്റിലും വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക കേട്ടോ. ഇനി ഇതൊന്ന് ഇതേപോലെ മടക്കിയതിന് ശേഷം ഇതിൻ്റെ മേലെ മുട്ട ഒന്ന് ജസ്റ്റ് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഓവൺ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം ഒരു 30 മിനിറ്റോളം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഏകദേശം ഓരോ ഓവണും ഓരോ ടൈമും കാര്യങ്ങളൊക്കെ ആണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഏകദേശം ഒരു 30 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് ഓവണിൽ സെറ്റായിട്ടുണ്ട്. പഫ്സ് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി സൂപ്പർ പഫ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഫിൻ്റെ പേസ്റ്റ് വാങ്ങുമ്പോൾ നല്ല റേറ്റ് ആകുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ തന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്ന അടിപൊളിയായിട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതേപോലെ അടിപൊളി ഫില്ലിങ്ങും ആണ്. അപ്പോൾ മസ്റ്റ് ട്രൈ ഐറ്റം തന്നെ കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് കമൻറ്റ് ചെയ്യുക, അഭിപ്രായമൊക്കെ അറിയിക്കുക. എല്ലാവർക്കും ഇഷ്ടമാകുന്നൊരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ബൈ.